everyone, welcome back to my channel IV Vlog. This is Dr. Shilpa Premkumar. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടങ്ങളിൽ ഒന്നായ ദുബായ് മിറാക്കിൾ ഗാർഡനിലാണ്. ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ഫെയർ വരുന്നത് അഡൾട്ട്സിനാണെങ്കിൽ 100 AED, 3 to 12 years കിഡ്സിനാണെങ്കിൽ 85 AED, ബിലോ 3 yearsന് ഫ്രീ ആണ്. UAE റെസിഡൻസിന് ഇടയ്ക്ക് അവർ ഓഫർ വെക്കാറുണ്ട്. 60 AED ആയിരുന്നു നമ്മൾ പോയപ്പോൾ റേറ്റ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ടിക്കറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ കൗണ്ടർ വന്നിട്ടും ടിക്കറ്റ് എടുത്താൽ മതിയാവും. ഫസ്റ്റ് തന്നെ നമ്മുടെ എൻട്രൻസിൽ കാത്തു നിൽക്കുന്നത് 2 വലിയ ഗ്രാസ് കൊണ്ട് നിർമ്മിച്ച കുതിരകളാണ്. നമുക്കിതാ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കാം. ഈ മിറാക്കിൾ ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് അൽബർഷ സൗത്തിലാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ടാക്സിയിൽ വരാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ഈ എൻട്രൻസിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്യും അവര്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോയിൽ വരാം. മെട്രോയിൽ വരികയാണെങ്കിൽ മോൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. എന്നിട്ട് അവിടുന്ന് ഒന്നില്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ടാക്സിയിലാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. വാവ്, പൂക്കളുടെ ശരിക്കും പറഞ്ഞ ഒരു മിറാക്കിൾ തന്നെയാണ് ഈ ഗാർഡൻ. നാച്ചുറൽ ഫ്ലവേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവർ പല പല ഡിസൈൻസിൽ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് വേർട്ടിക്കൽ ഗാർഡൻ ആണ് ഈ ഒരു ദുബായ് മിറാക്കിൾ ഗാർഡൻ. ഗിന്നസ് ബുക്കിൽ വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മിറാക്കിൾ ഗാർഡൻ എല്ലാ സീസണിലും ഓപ്പൺ അല്ല കേട്ടോ, വിന്റർ സീസണിൽ മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഒക്ടോബർ ടു ഏപ്രിലാണ് ഓപ്പൺ ആവുന്ന സമയം. ഈ ഒരു ആംഫി തിയേറ്ററിന്റെ ഒരു വ്യൂ ആണിത്. ഈ ഒരു സമയമാകുമ്പോൾ, അത് വൈകുന്നേരം ഒരു 5:30 ആണ് ഇപ്പൊ. നല്ല ആംബിയൻസ് ആണ്. ഈ വിന്റർ സീസണിലൊക്കെ നല്ല കാമാണ്. ബീൻ ബാഗ് ഒക്കെ കണ്ടോ, കുറെ പേര് അങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓരോ സ്പോട്ടും നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ സ്പോട്ട്സ് ആണ്. എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് ആണ്, അതും നാച്ചുറൽ ഫ്ലവേഴ്സ്. പല പല കളേഴ്സിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എത്രത്തോളം നിങ്ങൾക്ക് വിഷ്വലി ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ദുബായിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിറാക്കിൾ ഗാർഡൻ മിസ് ചെയ്യരുത്. ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാണ് ഈ ഒരു ഗാർഡൻ. എല്ലാ വർഷവും പുതിയ ഡിസൈൻസിലും പുതിയ തീമിലൊക്കെയാണ് ഈ ഒരു ഫ്ലവർ ഗാർഡൻ അവര് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ട. ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. എന്റെ ബാക്കിൽ കണ്ടോ ചെറിയ ഷോപ്സും കഫേസും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഷോപ്പിങ്ങും അതേപോലെ സൊവനിയേഴ്സ് ഒക്കെ വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു സെന്ററിലുള്ള ഒരു ഭാഗമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ആർക്കിടെക്ചർ ഒക്കെ. ഈ മിറാക്കിൾ ഗാർഡനിൽ മൊത്തം എത്ര ഫ്ലവേഴ്സ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? ക്യാൻ യു ഇമാജിൻ? ദർ ആർ 150 million ഫ്ലവേഴ്സ്. ലക്ഷങ്ങളല്ല കേട്ടോ, മില്യൺസ് ആണ് കണക്ക്. അത്രയും വലുതാണ് ഈ ഒരു ഗാർഡൻ. അവിടെ നമുക്കിതാ ഒരു പീകോക്കിന്റെ മോഡൽ കാണാം. വാവ്, ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നമുക്ക് എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കളേഴ്സും ഫ്ലവേഴ്സും ആണ്. ഇതാണ് സൺഫ്ലവർ ഫീൽഡ്. ഓൾമോസ്റ്റ് 15,000 സൂര്യകാന്തികൾ ചേർന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഗാർഡന്റെ ടൈമിങ്സ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ 9 AM to 9 PM. സാറ്റർഡേ സൺഡേസിൽ 9 AM to 11 PM ആണ്. എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ് ആണ്. ഇതാ ഈ ഒരു പീകോക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇവിടെ ഒരു വലിയ കാസിലിന്റെ മോഡൽ കാണാം. Ivan, are you happy? Yes. How's the Miracle Garden? Wow, nice. Nice. Ivana. Hi. Hello, Mai. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഇവിടെ വരുന്ന അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ കാണാൻ. അവിടെയൊക്കെ സ്മർഫ്സ് ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടൈമിങ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഡേ ലൈറ്റ് വ്യൂവും കിട്ടും, അതേപോലെ തന്നെ നൈറ്റ് വ്യൂവും കിട്ടും. ഇപ്പം ഏകദേശം 6 മണിയാവാനായിട്ടുണ്ട്, സന്ധ്യയായി. ഇപ്പം നമുക്ക് നൈറ്റ് വ്യൂവിൽ എങ്ങനെയുണ്ട് നമ്മുടെ മിറാക്കിൾ ഗാർഡൻ നോക്കാം. ഈ ഒരു വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ഇറ്റ്സ് സോ സോ ബ്യൂട്ടിഫുൾ. ഇതാണ് ഹാർട്ട് പാസേജ്. കുറെ പേര് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണിത്. ഒറ്റ ഹാർട്ട് പാസേജ് അല്ല കേട്ടോ ഇവിടെ ഉള്ളത്, വേറെ പല പല സ്പോട്ടിലും ഹാർട്ട് പാസേജസ് ഉണ്ട്.
ഈ മിറാക്കിൾ ഗാർഡൻ വിസിറ്റ് ചെയ്തതിന് ഒരിക്കലും ആരും റിഗ്രറ്റ് ചെയ്യില്ല. പൈസ പോയല്ലോന്നോ അയ്യോ വേണ്ടായിരുന്നോ ഒരിക്കലും തോന്നില്ല. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഫ്ലോറൽ ഗാർഡൻ. ഇതാണ് ഫ്ലോറൽ ക്ലോക്ക്. 15 മീറ്റർ ആണ് ഈ ഫ്ലോറൽ ക്ലോക്കിന്റെ വിഡ്ത്ത് വരുന്നത്. ഫുള്ളി ഫങ്ഷണൽ ആണ് ഈ ഒരു ഫ്ലോറൽ ക്ലോക്ക്. ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തതാണ് US നിന്നും സ്വീഡനിലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഓരോരോ സീസണിലും ഈ ഫ്ലോറൽ ക്ലോക്ക് ഓരോരോ ഡിസൈൻസിലാണ് അവര് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ കുറച്ചു മുന്നേ ഒരു കാസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കാസിലിന്റെ മുകളിലേക്ക് വരാനുള്ള കുറച്ച് സ്റ്റെപ്സിലൂടെയാണ് നമ്മളിപ്പോ വന്ന് ഈ ഒരു വ്യൂല് എത്തി നിൽക്കുന്നത്. ഇതാണ് എയർബസ് A380 ഫ്ലവർ മോഡൽ. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൾ കൊണ്ടുള്ള എയർക്രാഫ്റ്റ് മോഡലാണിത്. ഗിന്നസ് റെക്കോർഡില് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു മോഡലാണിത്. നിങ്ങൾക്കറിയോ 5 ലക്ഷം പൂക്കൾ കൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുന്നിലേക്ക് നടന്നപ്പോ ദാ കുറച്ച് സ്റ്റെപ്സ് കണ്ടു. മോളിൽ എന്താന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ച് കെഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു. കുറെ നേരമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ അതിന്റെ വേറൊരു ഭാഗത്തു കൂടെ താഴേക്ക് പോവാണ്. താഴേക്ക് പോകുമ്പോ ദാ കുറേ കളർഫുൾ കൊടകൾ കാണാം. അംബ്രല പാസേജ് എന്നാണ് ഈ ഒരു കൊടകൾ കൊണ്ടുള്ള ഒരു പാസേജിനെ വിശേഷിപ്പിക്കുന്നത്. സീലിംഗ് മൊത്തം കളർഫുൾ അംബ്രലാസ്. ഇത് ഭയങ്കര ഒരു കൺസെപ്റ്റ് തന്നെയാണ്. കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളും ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. നമുക്കിതാ അംബ്രല ടണലിലൂടെ ഒന്ന് പോയി നോക്കാം. അമ്മ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ ഭാഗത്തേക്കൊന്നും ക്രൗഡ് വളരെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇതാണ് ലേക്ക് പാർക്ക്. അപ്പൊ നമുക്കൊരു ബോട്ടിന്റെ മോഡൽ കാണാം. ഈ വെള്ളക്കഥ ഈ ഒരു ലേക്ക് പോലെ ഒരു പോണ്ട് പോലെ ഒരു സംഭവത്തിലേക്കാണ് ചാടി വരുന്നത്. നമുക്ക് വാട്ടർ വീലൊക്കെ കാണാം. നിങ്ങൾക്ക് അറിയാം അപ്രോക്സിമേറ്റ്ലി ഒരു 7 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡെയിലി ഈ ഒരു ഗാർഡൻ നനയ്ക്കാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത അതല്ല, ദുബായിലെ മലിനജലം ശുദ്ധീകരിച്ചാണ് ഇതിനുള്ള വെള്ളം കണ്ടെത്തുന്നത്. നല്ല ക്ലിയർ വെള്ളമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊന്ന് വൈകുന്നേരം വേറൊരു ഭംഗിയായിരിക്കും ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണാൻ. വീണ്ടും ആ പേർപ്പിൾ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് കോമ്പിനേഷനിലെ ഫ്ലവേഴ്സ് ഭയങ്കര ഭയങ്കര ഭംഗിയാണ്. ഇവിടെയൊക്കെ നമുക്ക് സീറ്റിംഗ് ഏരിയ ഉണ്ട്. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ സൺഫ്ലവറിന്റെ സംഭവം. ഇവിടെയും സൺഫ്ലവേഴ്സ് കുറെ ഉണ്ട്. ഈ ലൈറ്റിംഗ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ റിലാക്സ് ചെയ്തൊക്കെ പോവാം. എവിടെ നോക്കിയാലും പൂക്കൾ. വീണ്ടും കുറെ കാസിൽസും വെള്ളച്ചാട്ടവും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു എക്സിറ്റിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അതിന്റെ മുന്നേ നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 8 o'clock ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്ഥലം പിടിച്ചത്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് സംഭവത്തിന്റെ ഉള്ളിൽ എല്ലാവരും ദാ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റും ബീൻ ബാങ്ക്സ് ഒക്കെ അവര് ഓരോരോ നൂക്ക് ആൻഡ് കോർണറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നടന്നിട്ടുണ്ടെങ്കിലും കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് ഒക്കെ പോകുമ്പോൾ അത്ര ടയേർഡ് ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെ മോഡൽസിലാലെ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ്. എനിക്കതല്ല, ഓരോ വർഷം ഓരോരോ ഡിസൈൻസ് അവർ കണ്ടുപിടിക്കണ്ടേ. പക്ഷെ ചില സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ലൈക്ക് ഈ എമിറേറ്റ്സിന്റെ ആ ഫ്ലൈറ്റ് ഒക്കെ കാണിച്ചു തന്നില്ല, അതൊക്കെ പെർമനന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഹെയർ ബാൻഡ് പോലത്തെ ഒരു മോഡൽ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഈ മിറാക്കിൾ ഗാർഡൻ. പ്രൊഫഷണൽ ക്യാമറാസ് അതേപോലെ പ്രൊഫഷണലി നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ അധികാരികളോട് പെർമിഷൻ ചോദിച്ച് ഒരു ലെറ്റർ ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണലി ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, കൈയിന്റെ ഉള്ളിൽ ആ ചെടികളൊക്കെ. വാവ്, ഇതൊക്കെ ഭയങ്കര
ഇന്നോവേഷൻസ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന ഒരു ജൈന്റ് ടെഡി ബെയറിനെ കാണാനാണ്. ഇതാ 2 പെൻഗ്വിൻ നിൽക്കുന്നുണ്ട്. ഇത് വേറെ 2 പെൻഗ്വിൻസ്. ഈ മിറാക്കിൾ ഗാർഡന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇത് വളരെ വലുതാണ്. നടന്ന് റിലാക്സ് ചെയ്ത് കാണാൻ എന്തായാലും ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം. ഇതാണ് സ്മേഴ്സ് വില്ലേജ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ വന്നാല്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു ടൈമിലുണ്ടല്ലോ ഒരിക്കലും വെള്ളം നനയ്ക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാരെയോ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവർ നൈറ്റ് ടൈമിലും അതേപോലെ ഓഫ് സീസണിലൊക്കെ ആയിരിക്കും ഇവരിതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആണ് ഈ ഒരു മിറാക്കിൾ ഗാർഡനിലൂടെ നടക്കാൻ. എത്ര മോഡൽസ് ആണ്. നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം. ഇവിടെയും കുറെ കുട്ടികളെ ഇതാക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നോക്ക്, ആ ചെടീന്റെ ഇടയിൽ കൂടെ ഉള്ള അടിപൊളിയായിട്ട്. ഇതൊക്കെ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. ഒരു റൗണ്ടിനും 2 റൗണ്ടിനൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ മഷ്റൂം പോലുള്ള ചെറിയ ഇതൊക്കെ സ്മേഴ്സ് വില്ലേജിന്റെ ഉള്ളിൽ തന്നെയാണ്. ചില ആൾക്കാരൊക്കെ പാർട്ടിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സ്പെഷ്യൽ പെർമിഷൻ വേണം. നമ്മൾ ഓൾമോസ്റ്റ് എക്സിറ്റിന്റെ ഭാഗത്തെത്തി. ഇത് അടുത്തൊരു ഫോട്ടോ ഷൂട്ടിനുള്ള ഒരു സ്പോട്ടാണ്. നമ്മൾ എക്സിറ്റിലേക്ക് വന്നു. സോ ദിസ് ഈസ് ദ മിറാക്കിൾ ഗാർഡൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.